ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപയും ശാന്തിയും എല്ലാ നന്മകളും ആയുസ്സും ആരോഗ്യവും എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരും ഭഗവാൻ അർപ്പിക്കുന്നു. നമുക്ക് ആദിത്യ ഹൃദയം സ്തോത്ര സ്തുതിപ്പു ചൊല്ലാം. അതെപ്പോഴും ഭക്തിയായിട്ട് നമസ്കരിക്കണം. എന്നും രാവിലെ ചൊല്ലി നോക്ക്, നല്ലതാണ്. സന്താപനാശകരായ നമോ നമ. അന്ധകാരാന്തകരായ നമോ നമ. ചിന്താമണി ചിദാനന്ദായ ദേ നമ. നീഹാരനാശകരായ നമോ നമ. മോഹവിനാശകരായ നമോ നമ. ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ ദേ നമ. സ്ഥാവരജംഗമാചാര്യായ ദേ നമ. ദേവായ വിശ്വൈക സാക്ഷിണേ ദേ നമ. സത്യപ്രധാനായ തത്വായ ദേ നമ. സത്യസ്വരൂപായ നിത്യം നമോ നമ. ഈ യുദ്ധം ആദിത്യ ഹൃദയം ജപിച്ച് നീ ശത്രുക്ഷയം വരുത്തിയെടുക്കുക. സത്വരം ശത്രുക്കളുടെ ഘോരമായ അത്രമാത്രം ദേഷ്യങ്ങൾ ശത്രുത്വങ്ങൾക്ക് ക്ഷയിക്കും. അതിൻ്റെ വീരസ്യം അങ്ങ് അടങ്ങും. ഇത് ചൊല്ലിയ ആർക്കും നമ്മുടെ ശത്രുത ഉണ്ടാവില്ല. അതാണ് ഈ നാമം. ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് അത്രിയുടെ ആശ്രമത്തിലേക്ക് ശ്രീരാമനൊക്കെ ചിത്രകൂടാചലത്തിൽ നിന്ന് വനാന്തരത്തിലേക്ക് പോവുകയാണ്. കുറച്ച് ദിവസം കൂടെ തങ്ങി. ഭരതനൊക്കെ അയോധ്യയിലേക്ക് വന്നതിന് ശേഷം കുറച്ച് നാളും കൂടെ തങ്ങിയിട്ടാണ് നീണ്ടു നിൽക്കാത്തത്. വീണ്ടും ഇനി അയോധ്യയിൽ നിന്ന് സുഹൃത്തുക്കളൊക്കെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവിടുന്ന് പോവുകയാണ്, വനത്തിലേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് അത്രിയുടെ ആശ്രമത്തിലേക്ക് അത്രിയ ആശ്രമ പ്രവേശം. നമുക്കത് വായിക്കാം. അത്രീ തന്നാശ്രമം ബുക്കു മുനീന്ദ്രനെ ഭക്തിയാ നമസ്കരിച്ചു രഘുനാഥനും. രാമോഹം അദ്യ ധനോസ്മി മഹാമുനി ശ്രീമൽപദം തവ കാണായ കാരണം. അങ്ങേ കണ്ടപ്പോൾ ഞാൻ ധന്യനായി, ഞാൻ രാമനാണ് എന്ന് ഭക്തിയെ നമസ്കരിച്ച് അദ്ദേഹത്തെ വണങ്ങി. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്നതറിഞ്ഞു മുനീന്ദ്രനും. ഉള്ളത്തിൽ അദ്ദേഹം അറിഞ്ഞ്, കൂടെ പറഞ്ഞില്ല, ഉള്ളത്തിൽ സാക്ഷാൽ ഇത് മഹാവിഷ്ണു നാരായണനാണെന്ന് അദ്ദേഹം അറിഞ്ഞു. ഇത് മോക്ഷതനാണ്, സർവർക്കും മോക്ഷം കൊടുക്കുന്ന ഭഗവാനാണെന്ന് അദ്ദേഹം ഉള്ളത്തിൽ മനസ്സിലാക്കി മുനീന്ദ്രൻ. പൂജിച്ച് അർഘ്യപാദ്യാദികൾ കൊണ്ട് തം രാജീവലോചനം ഭ്രാതുഭാര്യാന്വിതം. അവരെ 3 പേരെയും അദ്ദേഹം നന്നായി പാദ്യാർഘ്യാദി കൊണ്ടെല്ലാം പൂജിച്ച്, അതായത് സീതയെയും ലക്ഷ്മണനെയും, അത് ഭ്രാതൃ എന്ന് പറയുന്നത് സഹോദരനെയും ചൊല്ലിനാൻ. ഭൂപാലനന്ദനന്മാരോട് ചൊല്ലണം എന്നുടെ പത്നി ഉണ്ട് അത്ര കേൾ. അതായത് പറഞ്ഞു, ഈ ഭൂപാലനന്ദനന്മാരോട് പറഞ്ഞു, അത്രി മഹാവിന് പറഞ്ഞു, അകത്ത് എന്നുടെ പത്നി ഉണ്ട്, അയാളുടെ ഭാര്യ അകത്തുണ്ട്. എത്രയും വൃദ്ധ തപസ്വിനിമാരിൽ വച്ച് ഉത്തമയായ ധർമ്മജ്ഞ തപോധന. ഇത്രമാത്രം അദ്ദേഹം ആ ഭാര്യ പറയുന്നത് എത്രയും തപസ്വിനിയാണ്, അത് വൃദ്ധയാണ്, ഉത്തമയാണ്, ധർമ്മജ്ഞയാണ്, തപോധനയാണ്. പർണശാല അന്തർഗൃഹേ വസിക്കുന്നതു ചെന്ന് കണ്ടാലും ജനക നൃപാത്മജേ. അതായത് സീതയെ നീ പോയി അകത്ത് പോയി കാണൂ, അവിടെ അകത്തുണ്ട് എന്നതു കേട്ടു. രാമാജ്ഞയാ ജാനകി ചെന്ന് അനസൂയ പദങ്ങൾ വണങ്ങിനാൾ. അനസൂയ എന്നാണ് പേര്. അങ്ങനെ ഇത് കേട്ടപ്പോൾ തന്നെ ശ്രീരാമനോട് ചോദിച്ച് അനുജ്ഞ വാങ്ങിയിട്ട് അകത്ത് പോയി അനസൂയ കണ്ടു, വണങ്ങി സീത. അപ്പോൾ ആ വൃദ്ധയായ തപസ്വിനി എന്താ അനസൂയ പറഞ്ഞത്? വത്സേ വരികരികേ ജനകാത്മജേ സൽസംഗമം ജന്മസാഫല്യമോർക്ക നീ. സൽസംഗമം, നല്ല സജ്ജനങ്ങളുമായി സംഗമം ചെയ്യുന്നത് എത്രമാത്രം സാഫല്യമാണെന്ന് നീ മനസ്സിലാക്കൂ, ഓർക്ക നീ. വത്സേ കുട്ടി വരിക, അരികേക്ക് വരൂ സീതേ ജനകാത്മജേ. സൽസംഗമം ജന്മസാഫല്യം ഓർക്ക്.
നമ്മൾ മനസ്സിലാക്കണം, സജ്ജനങ്ങളുമായി വേണം സജ്ജന സംസർഗം തന്നെയാണ് ആവശ്യം. ദുർജനങ്ങളുമായി ഒരു ഭക്തൻ കൂട്ടുകെട്ടിയാൽ ഭക്തൻ്റെ ഭക്തിയൊക്കെ പോയിട്ട് ദുർജനത്തോട് കൂടും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ഭക്തി ഉള്ള ആൾക്കാർ അവരെന്തെങ്കിലും അവർ പറയുന്നെങ്കിൽ എല്ലാം നന്മ കൊണ്ട് നിറയ്ക്കുന്ന വാക്കുകളെ പറയും. എല്ലാം ഈശ്വരനെ സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുക. അതുകൊണ്ടാണ് നന്മ കാര്യങ്ങൾ കേൾക്കണമെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടണം. ഇവിടെ വൃദ്ധയായ ആ തപസ്സിനി തപസ് ചെയ്ത് അത്രമാത്രം ഉഗ്രമായി ഇരിക്കുകയാണ്. സീതാദേവി പ്രായത്തിൽ ചെറുതായതുകൊണ്ട് ഇത്രയ്ക്ക് താപസിയല്ല. അപ്പോൾ അത്രയ്ക്കും നല്ല മഹതിയാണ് ഈ വൃദ്ധയായ അനസൂയ. അതുകൊണ്ട് സത്സംഗമം ജന്മസാഫല്യം ഓർക്ക നീ, വത്സയെ പിടിച്ചു ചേർത്ത് ആലിംഗനം ചെയ്തു തൽ സ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും. എന്താണ് തൽ സ്വഭാവം തെളിയുന്നത്? പ്രകാശിക്കും. തപസ്സിനിയല്ലയോ, വെറുതെ ഇരിക്കുമ്പോൾ ആർക്കും തോന്നില്ല അതൊരു വൃത്തിയാണെന്ന് തോന്നും. പക്ഷേ ആ ഒരു രംഗം, ആ സീതയെ പിടിച്ച് അടുക്കിരുത്തപ്പോൾ യഥാർത്ഥമായ ആ തെളിവങ്ങ് വരും. ആ ഉള്ളത്തിൽ പരബ്രഹ്മമൂർത്തി അങ്ങ് ഉള്ളിലാകും. അപ്പോൾ പ്രകാശിക്കും. അതുകൊണ്ട് തൽ സ്വഭാവം അങ്ങ് തെളിഞ്ഞ് വൃദ്ധയ്ക്ക്, മുനിപത്നിക്ക്. വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ ദുകൂലവും കുണ്ഡലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥ അനസൂയ നൽകിയിടിനാൾ. ഇതെല്ലാം എന്താണ്? പിന്നെ അലങ്കാരത്തിനുള്ളതെല്ലാം അനസൂയ അതായത് വിശ്വവിമോഹിനിയായ വിശ്വകർമാവിനാൽ നിർമ്മിതമായ ദുകൂലം പട്ട്, പിന്നെയോ ഇത് കുണ്ഡലം, പിന്നെയോ അംഗരാഗം, ഇതൊക്കെ അവർ ഈ അമ്മ ഈ തപസ്സിനി സീതയ്ക്ക് ഇതൊക്കെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നന്നു പാതിവൃത്യം ആശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോകുന്നത് ഉത്തമം. അതായത് വനത്തിലേക്ക് സാധാരണ സ്ത്രീകൾ കൂടെ വരത്തില്ലല്ലോ, അത്രമാത്രം ശ്രീരാമൻ്റെ കൂടെ വന്നത് ഉത്തമമാണ്, പാതിവൃത്തി. അതുകൊണ്ട് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം വനത്തിൽ താമസിക്കുമ്പോൾ കാന്തി കുറയരുത്. എപ്പോഴായാലും രാജധാനിക്ക് പോകണമല്ലോ, അയോധ്യയ്ക്ക് പോകണമല്ലോ. അവിടെ ക്ഷീണിക്കാതെയും കാന്തി കുറയ്ക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടി അംഗരാഗമൊക്കെ നീ ഇതൊക്കെ ഇടണം എന്നും പറഞ്ഞാണ് അവർ കൊടുക്കുന്നത്. അതുകൊണ്ട് നന്നു പാതിവൃത്യം ആശ്രിത്യ രാഘവൻ തന്നോട് കൂടെ നീ പോകുന്നത് ഉത്തമമാണ്, വന്നത് നന്നായി എന്ന് പറഞ്ഞു. കാന്തി നിനക്ക് കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചെന്ന് മഹാരാജധാനി അകമ്പുക്ക് നന്നായി സുഖിച്ച് സുചിരം വസിക്ക നീ അനുഗ്രഹം കൊടുത്ത്. ഈ 14 വർഷം പെട്ടെന്നങ്ങ് പോകും, പക്ഷേ രാജധാനിയിൽ തിരിച്ചു ചെന്ന് സന്തോഷത്തോടെ വസിക്കണ്ടേ, അതിനുള്ള അനുഗ്രഹവും ആ ദേവി കൊടുത്തു. ആരാ? ഈ അനസൂയ. യുദ്ധം അനുഗ്രഹവും കൊടുത്ത് ആദരാൽ ഭർത്തൃ അഗ്രേ ഗമിക്കുന്ന അയച്ചിടിനാൾ. അങ്ങനെ ഭർത്താവ് ഇരിക്കുന്ന ശ്രീരാമൻ അടുക്കലേക്ക് ഇനി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അകത്ത് എന്ന് ആണല്ലോ ദേവി ഈ തപസ്സിനെ കണ്ടത്. ഇനി നീ ഭർത്താവ് അടുക്കലേക്ക് പൊയ്ക്കോളൂ. മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചതാ തുഷ്ടി കലർന്നു തപോധൻ അത്രിയും. തപോധനായി അത്രി മഹാമുനി ഈ 3 പേർക്ക് എല്ലാ ആഹാരങ്ങളെ കൊടുത്ത് സന്തോഷമായി ശ്രീരാമനോട് അരുൾ ചെയ്തു. എന്നിട്ട് ഉള്ളിൽ അറിയാം ഭഗവാൻ നാരായണനാണെന്ന് ഉള്ളിൽ വന്നപ്പോഴേ കണ്ടപ്പോഴേ മനസ്സിലായെങ്കിലും കൂടെ പറഞ്ഞു. എന്താണ്? ശ്രീരാമനോട് പറയുന്നു, ഭവാൻ അഹോ നാരായണനായതെന്നറിഞ്ഞീനഹം. ഇപ്പോഴാണ് വെളിയിൽ പറഞ്ഞത്. ആദ്യം ഭഗവാൻ ശ്രീരാമനെ കണ്ടപ്പോൾ തന്നെ ഇത് പരമാത്മാവായ ജഗദീശനാണെന്ന് ഉള്ളത്തിൽ അദ്ദേഹം തന്നെ തീരുമാനിച്ചു. ഇപ്പം പറഞ്ഞു, ശ്രീരാമനോട് പറഞ്ഞു, ഭവാൻ അത് ശ്രീരാമൻ നാരായണനായതെന്നറിഞ്ഞീനഹം, ഞാൻ അറിഞ്ഞു അങ്ങ് നാരായണനാണെന്ന് എന്ന് പറഞ്ഞു. നിൻ മഹാമായ ജഗത്രയ വാസിനാം സമൂഹ കാരണിയായത് നിർണയം. ഈ മഹാമായ സീത അത് ജഗത്രയത്തിന് എന്താ സമൂഹകാരണിയാണ്, മായയാണ്, മായ ഭഗവതിയാണ്. ഇത്തരം അത്ര മുനീന്ദ്ര വാക്യം കേട്ട് തത്ര രാത്രവും വസിച്ചു രഘുനാഥനും. അന്ന് രാത്രി അവിടെ തന്നെ കഴിഞ്ഞു. എന്നിട്ടോ ദേവനും ഉമാദേവിയോട് അരുളി ചെയ്ത ദൈവം എന്നാൾ കിളിപ്പൈതലക്കാലമേ. ഈ കഥകൾ മൊത്തവും പാർവദേവിക്ക് പരമശിവൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. എനിക്ക് ശ്രീരാമചരിതം കേൾക്കണം ഭഗവാന് നാഥ എന്നൊക്കെ ശിവനോട് പറഞ്ഞ് പരമശിവൻ ഈ കാര്യങ്ങളെല്ലാം ഉപദേശിച്ച് കൊടുക്കുന്നതെല്ലാം പാർവതിക്ക്. അതാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇത് ഭഗവാൻ പരമേശ്വരൻ പാർവതിക്ക് ഉമാദേവിക്ക് കൊടുക്കുന്നതാണ്. ഇത്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാന്ഡം സമാപ്ത. ഉമാമഹേശ്വര, ഉമ പാർവതി, മഹേശ്വരൻ പരമേശ്വരൻ, അതാണ് ഈ സംവാദം. നമുക്കത് ആരണ്യകാന്ഡം വായിക്കാം. ആരണ്യകാന്ഡം, ആരണ്യം വനം, അതിന് ഇനി ഉഗ്രമായ വനത്തിലേക്ക് പോകുന്നതാണ്. ഹരിശ്രീ ഗണപതയേ നമ. അഭിഘ്നമസ്തു. നമുക്കത് വായിക്കാം.
ബാലികേ ശുഗകുലമൗലി മാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടുമടിയാതെ നീലനീരത നിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരത ജല നീരജദലലോചനൻ നീരജദലലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശ അനുരൂപൻ കാരുണ്യ നിലയനൻ പാലന പരായണൻ പരമാത്മാവ് തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ല ഒരിക്കലും. ഇങ്ങനെയുള്ള പാലന പരായണൻ്റെ ആ പരമാത്മാവായ ജഗദീശൻ്റെ ലീലകൾ കേട്ടാൽ കൃഷ്ണനായിട്ട് വന്നു, ശ്രീരാമനായിട്ട് ഇവരെല്ലാം ലീലകൾ ഭഗവാൻ പരമേശ്വരന്മാരാണല്ലോ അവതാരമൂർത്തികൾ. ഇവരെയൊക്കെ ലീലാവിലാസങ്ങൾ കേട്ടാൽ ഒരിക്കലും മതി വരത്തില്ല ഭക്തന്മാർക്ക്. ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ച സാരമായൊരു മുക്തി സാധനം രസായനം. വിശേഷിച്ചും ശ്രീരാമചരിതം എന്താണ്? മുക്തി സാധനമാണ്, അത് രസായനമാണ്. നമ്മൾ ഓരോ രസായനം അറിഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ എന്താ കരിങ്കുരു രസായനം ഇങ്ങനെ ഓരോ ലേഹ്യങ്ങൾക്ക് രസായനം കൂട്ടത്തില്ലേ, അതുപോലെ അതിനേക്കാൾ ഉപരിയാണ് ഈ രസായനം. അത്ര രസമാ ഇത് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ, ഇത് ഇഴിഞ്ഞിറങ്ങുമ്പോൾ അത് മുക്തി സാധനമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ രസായനം ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ചത് ഈ ലീലകൾ കേട്ടാൽ മതി വരത്തില്ലെന്ന് പറഞ്ഞത് അതിലും വിശേഷിച്ച് സാരമായൊരു മുക്തി സാധനം രസായനം ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ. ഇത് ഈ ഭാരതീയ ഇത് സരസ്വതീ വിലാസമാണ്. എവിടെ ഇത് നമ്മൾ എന്ത് ഇങ്ങനെ ഉള്ളതൊക്കെ ചൊല്ലുന്നതും കേൾക്കുന്നിടത്തൊക്കെ സരസ്വതീ വിലാസമുണ്ട്. അതുകൊണ്ട് ഈ ഭാരതീ ഗുണം തവ പരമ അമൃതമല്ലോ. ഇത് അത്ര ആനന്ദകരമാണ്, അത് രസായനം അത്ര പരമ അമൃതമാണ്. അതുകൊണ്ട് പാരാതെ പറകന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ. എനിക്കിനിയും കേൾക്കണം, പാരാതെ പറയൂ എന്ന് പറഞ്ഞപ്പോൾ പങ്കിളി എന്താ പറയാ? ഫാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശു മൗലി ഭഗവാൻ പരാപരൻ പ്രാലേയ അചല മകളോട് അരുൾ ചെയ്തിടിനാൻ ബാലികേ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ. രാമനാം അതായത് പിന്നെ പാർവതീദേവിയായിട്ട് പറയുക പരമേശ്വരൻ പാർവതി അത് പ്രാലേയ അചല മകൾ, അത് പർവ്വതപുത്രിയാണ് പാർവതി. അങ്ങനെ എന്താ പറയുക, അരുൾ ചെയ്യുന്നെന്താ? ബാലികെ കുട്ടി കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയെ. അത്ര ഭക്തിയാണ് ശ്രീരാമനോട്, അത്ര ഭക്തിയാണ്. അതുകൊണ്ട് ഭക്തപ്രിയെ കേൾക്കൂ. രാമനാം പരമാത്മാവ് ആനന്ദരൂപൻ ആത്മാരാമൻ അദ്വയൻ ഏകൻ അവ്യയൻ അഭിരാമൻ അത്രിതാപസപ്രവരാശ്രമേ മുനിയുമായി എത്രയും സുഖിച്ചു വാണിടിനാൻ ഓരോ ദിനം. ഇങ്ങനെ ഈ ഭക്തപ്രിയെ ഈ ശ്രീരാമനുണ്ടല്ലേ പരമാത്മാവാണെന്ന്, അത് ആനന്ദരൂപനാണ്, അത് ആനന്ദൻ അരൂപൻ ആത്മാരാമനാണ്, അദ്വയനാണ്, ഏകൻ അവ്യനാണ്, അഭിരാമൻ. ഇതെന്ത് ചെയ്തു? ഈ ഇങ്ങനെ പറയുന്ന ഈ പരമാത്മാവായ ശ്രീരാമൻ അത്രിതാപസ പ്രവരാശ്രമേ ചെന്ന് മുനിയുമായി ഒരു ദിവസം അവിടെ വാണിടുന്ന അത്രയും പറഞ്ഞു. ഇനി അവിടുന്ന് പുറപ്പെടുവാണ്. അതിൻ്റെ ബാക്കി നമുക്ക് അടുത്തത് മഹാരണ്യ പ്രവേശം. അപ്പം ഈ ഒരു ദിവസം അത്രിതാപസൻ്റെ അവിടെ കഴിഞ്ഞിട്ട് പിറ്റേന്ന് പോകുന്ന അതാ ഇനി വായിക്കാൻ പോകുന്നത്. പ്രത്യുഷസുധായ തൻ നിത്യകർമ്മവും ചെയ്ത് രാവിലെ ഉഷസ്സാൽ രാവിലെ എഴുന്നേറ്റ് പ്രഭാതത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്ത് ചെയ്യുന്നു? നിത്യകർമ്മമൊക്കെ ചെയ്ത് നത്വാ വണങ്ങി താപസം മഹാപ്രസ്ഥാനം ആരംഭിച്ചാൻ. അങ്ങനെ മുനിയെയൊക്കെ വണങ്ങി പോകാനുള്ള തീരുമാനമാണ്. അപ്പോൾ ചോദിക്കുകയാണ്, പുണ്ടരീകോത്ഭവേ ഇഷ്ടപുത്ര, അതായത് ബ്രഹ്മാവിൻ്റെ ഇഷ്ടപുത്ര അത്രിയെ വിളിക്കുകയാണ്. ഞങ്ങൾക്ക് മുനിമണ്ഡല മണ്ഡിതമാ ദണ്ഡകാരുണ്യത്തിന് ദണ്ഡമെന്നേ പോവാനായി അനുഗ്രഹിക്കണം. ഒരു വിഷമവും കൂടാതെ വനത്തിലേക്ക് പോകണം. അതായത് ഒരു വിഷമം വന്നുകൂടാ. ഞങ്ങൾക്ക് മുനിമണ്ഡല മണ്ഡിതമാ, അതായത് മഹർഷി വൃന്ദങ്ങളാൽ അലങ്കൃതമായ ഒത്തിരി മഹർഷിമാരുണ്ട് അവിടെ. ഈ അത്രിയുടെ ആശ്രമത്തിൽ ഒരുപാട് ശിഷ്യന്മാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും അനുഗ്രഹിക്കാൻ വേണം, ഞങ്ങൾ അങ്ങോട്ട് യാത്ര അയക്കാൻ അവിടെ വഴിയൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയും കൂടെ ചോദിക്കുന്നു. അതുകൊണ്ട് പുണ്ടരീകോത്ഭവേ ഇഷ്ടപുത്ര, ഞങ്ങൾക്ക് മുനിമണ്ഡല മണ്ഡിതമാം ദണ്ഡകാരുണ്യത്തിന് ദണ്ഡമെന്നേ പോവാനായി അനുഗ്രഹിക്കണം. യാതൊരു വിഷമവും വരാൻ പാടില്ല, അത് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് മുനിയോട് പറഞ്ഞു അത്രിയടുത്ത്.
അപ്പോൾ എന്നിട്ട് പറയുന്നത്, അനുഗ്രഹിക്കണം പണ്ഡിത ശ്രേഷ്ഠ, അത്രയും പണ്ഡിതനാണ് ഈ മഹാമുനി. പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ, ഞങ്ങളെ പെരുവഴി കൂട്ടണം, അതിനിപ്പോൾ ഇങ്ങു നിന്ന് അയക്കണം ശിഷ്യരിൽ ചിലരെയും. ഞങ്ങൾക്ക് മാർഗം കാണിച്ച് എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ലല്ലോ, ആദ്യമായിട്ടല്ലേ എവിടേക്ക് പോകാം. അപ്പം ഞങ്ങൾക്ക് യഥാർത്ഥമായൊരു വഴി കാണിച്ചു തന്നെ വനത്തിലേക്ക് കയറാനുള്ള. അതുകൊണ്ട് പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധയെ തപോനിധയെ, ഞങ്ങളെ പെരുവഴി കൂട്ടണം, അതിനിപ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെ അയക്കണം ചില ശിഷ്യന്മാരെ ഞങ്ങളെ കൂടെ അങ്ങോട്ടൊന്ന് വിടണം. അതുകൊണ്ട് ഞങ്ങളെ പെരുവഴി കൂട്ടണം, അതിനിപ്പോൾ ഇങ്ങു നിന്ന് അയക്കണം ശിഷ്യരിൽ ചിലരെയും. ഇങ്ങനെ രാമവാക്യം അത്രി മാമുനി കേട്ടു, തിങ്ങീടും കൗതൂഹലം പൂണ്ട് ഉടനരുൾ ചെയ്തു. അങ്ങനെ സന്തോഷമായി. കുറച്ച് കുട്ടികളെ ശിഷ്യന്മാരെ ഞങ്ങൾക്ക് അങ്ങോട്ടൊന്ന് കൂട്ടിന് വിടണം, വഴി കാട്ടാൻ. അതുകൊണ്ട് സന്തോഷമായി മഹാമുനിക്ക്. എന്നിട്ട് എന്താ പറയാ, ഇങ്ങനെ വഴി കാട്ടണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഉള്ളത്തിലേക്ക് ചിന്തിക്കുക, അകത്ത് ചിന്തിക്കുക. എന്താണ് വഴി എന്ന് വെച്ചാൽ, സാധാരണ ഒരു ഭക്തനും പരമാത്മാവ് എന്താണ് വഴി? നേരായ വഴി പരമാത്മാവിലേക്ക് എത്തപ്പെടാനുള്ള വഴിയാണ് അത്. അത്ര പറയുന്നു, നേരുള്ള മാർഗം ഭവാൻ ഏവർക്കും കാട്ടിയിടുന്നത് ആരുള്ളതഹോ തവ നേർവഴി കാട്ടിയിടുവാൻ. ഈ പരമാത്മാവിലേക്കുള്ള വഴി കാട്ടാൻ അങ്ങേപ്പോലെ ആർക്കാ അറിവുള്ളത്? ആരെ കൊണ്ട് പറ്റും? അങ്ങക്കല്ലേ അത് അത്രയ്ക്ക് ഉള്ളൂ. അങ്ങ് തന്നെ അല്ലേ ഈ മാർഗത്തിൽ എല്ലാവർക്കും കൊടുക്കുക. പിന്നെ ഇവിടെ എന്ത് ചെയ്തു തരാൻ പറ്റുമെന്ന്, അതായത് പരമാത്മാവിലേക്കുള്ള ആ സാക്ഷി അറിയാൻ, അതുള്ള ആ ഒരു വഴിയാണ് ഇദ്ദേഹം എടുത്ത് പറഞ്ഞത്. അത് നേരുള്ള മാർഗം, അത് യഥാർത്ഥമായ സാക്ഷിയെ അതായത് കണ്ടെത്താൻ, അത് നമ്മൾ എപ്പോഴും സാക്ഷാത്കാരം നമ്മൾ പറയില്ലേ, ആ പരമാത്മാവിനെ കണ്ടെത്താനുള്ള ആ വഴി അങ്ങേക്കാണ്. നമുക്ക് അല്ലാതെ എന്ത് ആർക്ക് കൊണ്ടൊക്കും അത് പറഞ്ഞു തരാൻ. നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നത് ആരുള്ളതഹോ തവ നേർവഴി കാട്ടിയിടുവാൻ. അങ്ങനെയുള്ള അങ്ങേക്ക് കാട്ടാൻ ആരെക്കൊണ്ട് സാധ്യമാണ്? അതുകൊണ്ട് എന്നാലും ജഗതനുകാരിയാം നിനക്കൊരു ഈ ജഗത്തിന് വേണ്ടി, ജഗങ്ങൾക്ക് വേണ്ടി ആണല്ലോ വനത്തിൽ വന്നേക്കുന്നത്. അപ്പോൾ വനത്തിൻ്റെ വഴിയാണ് പറയാൻ പോണത്. മറ്റേ യഥാർത്ഥമായ നേരായ മാർഗം നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത്? അത്രി പറഞ്ഞത് സാക്ഷാൽ പരമേശ്വരനെ അറിയാനുള്ള വഴിയാണ് അവിടെ. അത് ഭഗവാൻ ആരെക്കൊണ്ടൊക്കും ഭഗവാന്റെ വഴി കാട്ടാൻ? അങ്ങല്ലയോ അതിനെല്ലാം മിടുക്കം, നമുക്ക് എന്തറിയാം. അതുകൊണ്ട് എങ്കിലും ഇവിടെ ഈ വനത്തിൽ ജഗത്തിന് അനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട, വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം. ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോട് ചൊല്ലി മാമുനി താനും ഒട്ടു പിന്നാലെ ചെന്നാൻ. അങ്ങനെ ഈ ജഗത്തിന് വേണ്ടുന്ന കാര്യത്തിലുള്ള വഴി, ഈ ലോക വഴി, അത് ഞാൻ എങ്കിലും കാട്ടിത്തരാം, അതിന് കുട്ടികളെ അയക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ, പരമാത്മാ ജഗദീശ്വരൻ ലോകപിതാവ് എന്താ, ആ ഈശ്വരനെ എന്ത് വഴിയാണ് അറിയാത്തത്? അതാണ് നമുക്ക് പാട്. ആ വഴി കാട്ടാൻ വലിയ പാടാണ്. പക്ഷേ ഈ ജഗത്തിന് വേണ്ടിയുള്ള ഈ വഴി ഞാൻ പറഞ്ഞു വിടാം കുട്ടികളെ. അതുകൊണ്ട് എങ്കിലും ജഗത് അനുകാരിയാ നിനക്കൊരു സങ്കടം വേണ്ട, വഴി കാട്ടിയിടും ശിഷ്യർ. ഈ ശിഷ്യരെല്ലാം ചെല്ലുവിൻ നിങ്ങൾ എന്നവരോട് പറയും. മുമ്പിൽ നടക്കുന്നവരോട് ചൊല്ലി മാമുനി താനോട്ട് പിന്നാലെ ചെന്നാൻ. കുറച്ചങ്ങോട്ട് പുറകിലോട്ട് നമ്മളൊരു ആൾക്കാർ വരുമ്പം നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ അതുപോലെ. അപ്പോഴെന്ത് വന്നു, ഇങ്ങനെ മുനിയും കൂടെ കൊണ്ട് ഇറങ്ങിപ്പോ. അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോട് രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം. അങ്ങനെ ചെന്നപ്പോൾ ഭക്തിപൂർവ്വം വന്ദിച്ചിട്ട് പറഞ്ഞു, നിന്തിരുവടി കനിഞ്ഞങ്ങ് എഴുന്നള്ളിടണം, അന്തികെ ശിഷ്യജനമുണ്ടല്ലോ വഴിക്ക് ഞങ്ങൾക്ക് വഴി കാട്ടാൻ ശിഷ്യന്മാരുണ്ടല്ലോ, അങ്ങ് കനിഞ്ഞ് എഴുന്നള്ളിയാലും തിരിച്ചു പൊയ്ക്കോളാൻ. ഇവരൊക്കെ എനിക്ക് ഇങ്ങോട്ട് കൂട്ടിന് പിള്ളേർ ഈ ശിഷ്യന്മാരുണ്ടല്ലോ, അതുകൊണ്ട് അവിടുന്ന് നിന്തിരുവടി അങ്ങ് എഴുന്നള്ളിയാലും പോയി വിശ്രമിച്ചാലും എന്ന് പറഞ്ഞു, തിരിച്ചു പൊക്കോളാൻ എന്നു കേട്ട് ആശീർവാദം ചെയ്തുടൻ മന്ദം ചെന്നുതൻ പർണശാല ബുക്ക് ഇരുന്നരുളിനാൻ. അങ്ങനെ മാമുനി അത്രയും തിരിച്ച് വീട്ടിൽ വന്നു, ആശ്രമത്തിൽ വന്നു. സന്തോഷമായിട്ട് മന്ദം പതുക്കെ നടന്നു വന്നു. പിന്നെയും ക്രോശ മാത്രം നടന്നാരവരപ്പോൾ മുന്നിലാമാറു മഹാവാഹിനി കാണായി വന്നു. ഒരു വെളിപ്പാടകലെ അവിടെ നിന്ന് വിളിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് നടന്നപ്പോൾ തന്നെ മഹാവാഹി നദി, വലിയൊരു നദിയാണ്, അത് കണ്ടു. അന്നേരം ശിഷ്യர்களോട് അരുളി ചെയ്തു രാമൻ, ഈ നദി കടപ്പതിന് എന്ത് ഉപായമുള്ളൂ? ഈ വലിയ നദിയല്ലേ, ഈ മഹാവാഹിനിയല്ലയോ, ഇത് എങ്ങനെ നമ്മൾ അക്കരെ കടക്കും? ശിഷ്യന്മാരോട് പറഞ്ഞു, നമ്മൾ എങ്ങനെ എന്താ ഉപായം ഇത് അക്കരെ കടക്കാൻ?
എന്നു കേട്ട് അവർകളും ചൊല്ലിനാർ, എന്തു ദണ്ഡം മന്നവാ, ഇതെന്ത് പ്രയാസം മന്നവാ രാജാവേ. കുട്ടികൾ ചോദിച്ചു, ശിഷ്യന്മാര്, ഇതിനെന്താ പ്രയാസം, ഇതിനെന്താ വിഷമിക്കാൻ മന്നവാ. നല്ല തോണിയുണ്ടെന്ന് ധരിച്ചാലും, നമുക്ക് വള്ളം തോണിയുണ്ടല്ലോ, പിന്നെ എന്തിനാ വിഷമിക്കുന്നേ. വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ട് താനും, ആകുലം വേണ്ട, ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം. എന്തിനാ ആകുലം വിഷമിക്കുന്നത്, ഞങ്ങൾക്ക് പരിചയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എങ്കിലോ തോണി കരേറിടാം എന്നവർ ചൊന്നാർ, ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാൻ. ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരന്മാരോട്, നിങ്ങൾ കടന്നു പോകെന്ന് ചൊന്നാൻ. നിങ്ങളിനി പൊയ്ക്കോളൂ, ഞങ്ങൾക്ക് അക്കരെ കടന്നല്ലോ, ഇനി ഞങ്ങൾ തന്നെ അങ്ങ് പൊയ്ക്കൊള്ളാം. ഈ നദിക്കായിരുന്നു പ്രശ്നം, ഇനി നിങ്ങൾ തിരിച്ചു പൊയ്ക്കോളൂ. ചെന്നുടൻ അത്രി പാദം വന്ദിച്ചു കുമാരന്മാർ ഒന്നൊഴിയാതെ രാമവൃത്താന്തം അറിയിച്ചാർ. അങ്ങനെ അക്കരെ കൊണ്ടാക്കിയെന്നും അവരങ്ങോട്ട് കയറി പോയെന്നും ഒക്കെ വനത്തിലേക്ക് പോകുന്നൊക്കെ ചെന്ന് അത്രി മഹാവിനത് പറഞ്ഞു ഈ ശിഷ്യന്മാർ. ശ്രീരാമ സീത സുമിത്രാത്മജന്മാരും അഥ ഘോരമായുള്ള മഹാകാനനമകമ്പുക്കാർ ആ കാനനത്തിലേക്ക് കയറി. ജില്ലി ജങ്കാര നാദമണ്ഡിതം സിംഹ വ്യാഘ്ര ശല്യാദി മൃഗഗണകീർണ ആദവഹീനം ഘോര രാക്ഷസകുല സേവിതം ഭയാനകം ക്രൂര സർപ്പാതി പൂർണ്ണം കണ്ടു രാഘവൻ ചൊന്നാൻ. ഭയാനകമായ സിംഹവാക്ക്, എന്താ വെയിലില്ല, ആദമില്ല, ചൂടില്ല, അത് ഹീനം. എന്നാലോ ഘോര രാക്ഷസകുല, അതിഭയങ്കരമായ രാക്ഷസകുലങ്ങളൊക്കെ അവിടെ ഉള്ളത്. അതുകൊണ്ട് ക്രൂര സർപ്പങ്ങളും എല്ലാം കണ്ട് രാഘവൻ പറഞ്ഞു, ശ്രീരാമൻ പറഞ്ഞു, ലക്ഷ്മണ നന്നായി നാലു പുറവും നോക്കിക്കൊള്ളുക. ഭക്ഷണാർത്ഥികളല്ലോ രാക്ഷസാം പരീക്ഷകൾ. ഈ രാക്ഷസന്മാരെല്ലാം ഭക്ഷണം എന്താണ്, അത്ര ഭക്ഷണാർത്ഥികളാണ്, ആരെയും കൊന്നു തിന്നുന്നവരാണ്. ചുറ്റിനും ശ്രദ്ധ വേണം. വില്ല് ഇനി നന്നായി കുഴിയെ കുലയ്ക്കുകയും വേണം. നല്ലൊരു ശരം ഊരിപ്പിടിച്ചു കൊള്ളുക കയ്യിൽ. അതായത് പെട്ടെന്ന് ഒരു അത്യാവശ്യം ഇതൊന്ന് എടുക്കാൻ പ്രയാസപ്പെടാതെ പെട്ടെന്ന് കയ്യിൽ തന്നെ ഇത് പിടിച്ചോണം. എന്താണ് ഈ ശരം പെട്ടെന്ന് തൊടുത്ത് വിടണ്ടേ, അതുകൊണ്ട് നല്ലൊരു ശരം ഊരിപ്പിടിച്ചു കൊള്ളുക, കയ്യിൽ തന്നെ വെച്ചേക്കൂ. മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും, പിന്നാലെ ഞാനും നടന്നിടുവൻ ഗത അഭയം. വഴിക്ക് അഭയം എന്നുവെച്ചാൽ ഭയം കൂടാതെ നടക്കാൻ എന്ത് വേണം, മുന്നേ വില്ലു അമ്പുമായി ലക്ഷ്മണൻ, രണ്ടാമത് സീത, മൂന്നാമത് ഏറ്റവും പുറകെ ശ്രീരാമനും വില്ലു അമ്പും. അപ്പോൾ മുമ്പിലും ഏറ്റവും പുറകിലും അമ്പും വില്ലും കയ്യിലുണ്ടല്ലോ. അപ്പം ഭയക്കാതെ പോകാം, അഭയം. ഗത വഴിക്ക് ഭയക്കൂടാതെ പോകണമെങ്കിൽ ഇതുപോലെ പോകണം, നടുക്ക് നിൽക്കണം സീത. അതുകൊണ്ട് ജീവാത്മാ പരമാത്മാക്കൾക്ക് മധ്യസ്ഥയാകും ദേവിയ മഹാമായ ശക്തി എന്നതുപോലെ. അപ്പോൾ ജീവാത്മാ പരമാത്മാ, ജീവാത്മാവ് ആരായിരിക്കും, ഇത് ലക്ഷ്മണൻ, പരമാത്മാവല്ലയോ ശ്രീരാമൻ, അപ്പോൾ പിന്നെ അത് ജീവാത്മാവത്തില്ലല്ലോ. അതുകൊണ്ട് ജീവാത്മാ പരമാത്മാവിന് മധ്യസ്ഥയിൽ എന്താ ദേവി പരാശക്തി, അങ്ങനെ പോകാം. ആവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവി, എന്നാൽ ഒരു ഭീതിയും ഉണ്ടായി വരാ. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആവയോർ മധ്യേ നടന്നാൽ സീത ഇങ്ങനെ നടക്കും. കാരണം എന്തുകൊണ്ടും ഏറ്റവും മുന്നിലും ഉണ്ട് അമ്പുമില്ല്, ഏറ്റവും പുറകിലും ഉണ്ട്. അപ്പോൾ സീതയ്ക്ക് അമ്പുമില്ലും അറിയാത്തത്, അത് ഇങ്ങനെ പോയെങ്കിൽ നമുക്ക് ഒരു ഭയവും വേണ്ട. ഇത്തരം അരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുധരനായി നടന്നതിനു ശേഷം ഇങ്ങനെ അമ്പുമില്ലോട്ടും പോയപ്പോൾ എന്താണ്, കുറച്ച് നടന്ന പിന്നിട്ടാന്ന് വെച്ചാൽ കുറച്ചങ്ങോട്ട് നടക്കുമ്പോൾ, എനിക്ക് നാക്ക് തിരിയുന്നത്, പിന്നിട്ടാന്ന് വെച്ചാൽ അല്പം അങ്ങോട്ട് നടക്കുമ്പോൾ, പിന്നിട്ടാരുടനൊരു യോജന വഴി, അപ്പോൾ ഒരു യോജന അല്പം നടന്നപ്പോൾ എന്ത് വന്നു, മുന്നിലാ മാറങ്ങൊരു പുഷ്കരണിയും കണ്ടാർ. ഒരു പുഷ്പങ്ങൾ നിറഞ്ഞൊരു തടാകം, പൊയ്ക, അത് കണ്ട്. എന്തൊക്കെയാ അതിലുള്ളത്, കൽഹാരോ ഉൽപ്പല കുമുദാംബുജ രക്തോൽപ്പല പുല്ല പുഷ്പേ ഇന്ദീവര ശോഭിത അച്ഛജലം. ഇത്രയും പുഷ്പങ്ങളുണ്ടെങ്കിൽ നല്ല ശുദ്ധമായ അച്ഛജലം, ശുദ്ധ വെള്ളം. അതായത് സൗഗന്ധികം, ചെങ്ങടിനീര്, ആമ്പല്, താമര, ചെന്താമര, കരിങ്കോള എന്നിവയുടെ വിടർന്ന പൂക്കളാൽ ശോഭിക്കുന്ന ശുദ്ധജലം, നല്ല ജലമാണ്. ഇത്രയും പുഷ്പങ്ങളൊക്കെ അതിലുണ്ട് ഈ പൊയ്കയിൽ. അതുകൊണ്ട് കൽഹാരോൽപ്പല കുമുദാംബുജ രക്തോൽപ്പല പുല്ല പുഷ്പേ ഇന്ദീവര ശോഭിത അച്ഛ ജലം തോയ പാനവും ചെയ്തു. ഈ വെള്ളം കുടിച്ചു, പാനം ചെയ്തു, തോയം വെള്ളം കുടിച്ചിട്ട് വിശ്രാന്തന്മാരായി വൃക്ഷഛായാ ഭൂതലേ പുനരിരുന്നു യഥാസുഖം. ഇതും കുടിച്ചിട്ട്
അവിടെ ഒരു വൃക്ഷത്തിൻ്റെ ഛായ നിഴലിൽ ചെന്ന് വിശ്രമിക്കായിരുന്നു ഇവർ 3 പേരും കൂടെ. അങ്ങനെ യഥാസുഖം ചില തണലുണ്ട്, ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിഴലുണ്ട്, ആ ഭാഗത്ത് പോയി ഇങ്ങനെ സുഖമായി ഇരിക്കുകയാണ്. പക്ഷേ ഇരുന്നപ്പോൾ എന്താ വന്നത്? വിരാധവധം. ഒരു വിരാധൻ, അതായത് രാക്ഷസൻ. അന്നേരം ആശു കാണായി വന്നിതു വരുന്നത് അത്യുന്നതമായ മഹാസത്വം അത്യുഗ്രാരവം. ഒരു സത്വമാണ്. അങ്ങനെ അത്യുഗ്ര ആരവത്തോടെയാണ് വരുന്നത്. അത്രമാത്രം ഭയക്കുന്ന ഒരു രാക്ഷസൻ. ഉദ്ധൃത വൃക്ഷം കരാളോ ഉജ്ജ്വല ദംഷ്ട്രാന്യത വക്ത ഗഹ്വരം ഘോര ആകാര ആരുണ്യ നേത്രം. ഘോരമായിരിക്കുന്ന ഭയങ്കരമായ ശരീരാകാരം, എന്നിട്ടോ ദംഷ്ടകളും രക്തം പോലുള്ള കണ്ണ്, നേത്രവും, വക്ത്ര ഗഹ്വരം, വായൊക്കെ ഗുഹ പോലെയാണ്. പിന്നെയോ ഉദ്ധൃത വൃക്ഷം, അതായത് ഒരു ഈ മരങ്ങളൊക്കെ പിഴുതും കൊണ്ട് ഉയർത്തിപ്പിടിക്കുന്ന അത്ര ശക്തിയാണ്. അത് ഒരു സത്വ കരളോജ്വല ദംഷ്ട്രാന്യത വക്ത്ര ഗഹ്വരം ഘോര ആകാരം, അതിഭയങ്കരമായ ശരീരത്തോടു കൂടിയ ആരുണ്യ നേത്രവും, വാമാംസം വെച്ചാൽ എന്തൊക്കെയോ പറയാം, മാംസങ്ങൾ. അതായത് ഇടത്തെ തോളിൽ വെച്ച ശൂലത്തിൻ്റെ അറ്റത്ത് എന്തൊക്കെയാ അന്യസ്ത ശൂലാകൃതിയിലുണ്ട്. ഭീമ ശാർദൂല സിംഹ മഹിഷ വരാഹാദി വാരണ മൃഗ വന ഗോചര ജന്തുക്കൾ. ഇത്രയും മൃഗങ്ങളെല്ലാം കൊന്നൊക്കെ തൂക്കി തിന്നതിൻ്റെ ബാക്കിയൊക്കെ ഇങ്ങനെ ഇട്ടേക്കുക. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം പോക്കറ്റിലോ എവിടെയെങ്കിലും ഇച്ചിരി കപ്പലിൻ്റെയൊക്കെ എടുത്തുകൊണ്ട് കൂടെ ഇങ്ങനെ കുറച്ച് പോകുന്ന അല്ലെ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, അതുപോലെ ഇതിങ്ങനെ ശൂലത്തിൻ്റെ അറ്റത്ത് ഈ മാംസങ്ങളൊക്കെ ഇങ്ങനെ തൂക്കി ഇട്ടുകൊണ്ടാണ് തുള്ളി നടക്കുക. ഇങ്ങനെ തിന്നുകൊണ്ട് വരിക. കണ്ടാൽ ഭയക്കത്തില്ലയോ? അതും ഭയങ്കര ശരീരം. അതുകൊണ്ട് മാംസസ്ഥലന്യസ്ത ശൂലാഗ്രത്തികളുണ്ട്. ഭീമ ശാർദൂല സിംഹ മഹിഷ വരാഹാദി വാരണ മൃഗവന ഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളി പച്ച മാംസങ്ങളെല്ലാം ഭക്ഷിച്ചുകൊണ്ട് ഉച്ചത്തിൽ അലറി വന്നിടിനാൻ. അതു നേരം ഇങ്ങനെ അലറിക്കൊണ്ട് വരുക. ഇത് ബഹളമാണ്, ഒരു ആരവമാണ്. അങ്ങനെ അതു നേരം ഉത്ഥാനം ചെയ്തു. അങ്ങനെ കണ്ടപ്പോൾ ശ്രീരാമൻ എവിടെ ഇരിക്കുക? വിശ്രമിച്ചിരിക്കുക വൃക്ഷഛായയിൽ, തണലിൽ. ഉത്ഥാനം ചെയ്ത് കണ്ടപ്പോൾ ശ്രീരാമൻ എണീറ്റ് ശാപബാണങ്ങൾ കൈക്കൊണ്ടതാ. എണീറ്റ് ഇതൊക്കെ എടുത്ത് നേരെ പിടിച്ചു. ലക്ഷ്മണൻ തന്നോട് അരുൾ ചെയ്തതു രാമചന്ദ്രൻ, കണ്ടോ നീ, ഭയങ്കരനായൊരു നിശാചരൻ ഉണ്ട്, നമ്മുടെ നേരെ വരുന്നു. ലഘുതരം സന്നാഹത്തോട് ബാണം തൊടുത്ത് നോക്കിക്കൊണ്ട് നിന്നുകൊള്ളുക. ചിത്തം ഉറച്ചു കുമാരാ, നീ ധൈര്യമായിട്ട് ചിത്തത്തേക്ക് ഉറപ്പിച്ച് ധൈര്യത്തോടു കൂടി ഇരിക്കൂ, ബാണം എടുത്തുകൊണ്ട് ഇരിക്കൂ. കണ്ടോ അതിൽ വരുന്നത്. വല്ലഭേ ബാലേ സീതേ പേടിയാകിയതുമെടോ, വല്ല ജാതിയും പരിപാലിച്ചു കൊള്ളുവാനല്ലോ. വല്ല കണക്കിൽ വല്ല എങ്ങനെയായാലും നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കും, നീ ഭയക്കണ്ട. വല്ലഭേ കുട്ടി, അതാ ബാലേ സീതയെ പേടിയാകിയതുമെടോ, നീ ഭയക്കണ്ട. വല്ല ജാതി എങ്ങനെയായാലും പരിപാലിച്ചു കൊള്ളുവാനല്ലോ, നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കും, നീ ഭയക്കണ്ട, ധൈര്യമായിട്ട് നിൽക്കൂ എന്ന് പറഞ്ഞു. എന്നരുൾ ചെയ്തു നിന്നാനേതോ ഇളകാതെ വന്നുടൻ അടുത്ത്. എനിക്ക് മനസ്സിലുണ്ട്, പക്ഷെ അക്ഷരം നാക്കി വരുന്നില്ല. പറയണമെന്ന് എങ്ങനെ തന്നെ അറിയാം, നാക്കിൽ വരണ്ടേ. അതുകൊണ്ട് എന്നരുൾ ചെയ്തു നിന്നാൻ ഏതുമൊന്ന് ഇളകാതെ ധൈര്യത്തോടുകൂടി വന്നുടൻ അടുത്തിതു രാക്ഷസ പ്രവരന്. വന്നങ്ങ് അടുത്ത്. അത് കണ്ടാലോ മാംസമൊക്കെ കിട്ടേക്കല്ലേ, കണ്ണൊക്കെ രക്തം കൊണ്ടങ്ങനെ കണ്ണൽക്കട്ട പോലെ ഇരിക്കുകയല്ലേ, വായ കണ്ടാലോ ഒരു വലിയൊരു ഗുഹയല്ലേ. അതുകൊണ്ട് ഇവർ അടുത്തിങ്ങി വന്നപ്പോൾ നിഷ്ഠുരതരം അവൻ 8 ആശ പൊട്ടും വണ്ണം അട്ടഹാസവൻ ചെയ്ത് ഇടിവെട്ടിയിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്ന് കനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുക ചെയ്താൻ. ലോകം ഞെട്ടുന്ന കണക്കവൻ സംസാരിക്കുകയാണ്. ഇത്രയും കനൽക്കട്ട കണ്ണിന്ന് വീഴുന്നു, 8 ആശ 8 ദിക്കുകളും പൊട്ടുന്നുള്ള ശബ്ദം അട്ടഹാസമാണ്. അങ്ങനെ ഇടിവെട്ടുന്ന നാദം പോലെ അവനിങ്ങനെ ദൃഷ്ടിയിൽ നിന്ന് എന്താണ് കനൽക്കട്ടകൾ ഇങ്ങനെ വീഴുക. അതുപോലെ പുഷ്ടകോപേന ലോകം ഞെട്ടുമാ ഉര ചെയ്യും. ഈ ലോകം മൊത്തം പൊട്ടിത്തെറിക്കുന്നതിലാണ് അവൻ്റെ സംസാരം, ഈ രാക്ഷസന്റെ. കഷ്ടം അഹന്ത കഷ്ടം നിങ്ങളാൽ ഇരുവരും ദുഷ്ടജന്തുക്കൾ ഏറ്റമുള്ള വൻകാട്ടിൽ ഇപ്പോൾ നിൽക്കുന്നത് അസ്തഭയം ശാപ തൂണിര ബാണവൽക്കല ജടകളും ധരിച്ച് മുനിവേഷം
കൈക്കൊണ്ട് മനോഹരിയായൊരു നാരിയോളം ഉൾക്കരുത്തേറും അതിബാലന്മാരല്ലോ. നിങ്ങളുടെ ഉൾക്കരുത്ത് ഉണ്ട്, നിന്റെ ഉൾക്കരുത്ത് അപാരം തന്നെ. കാരണം ഈ നിങ്ങൾ കുട്ടികളാണ്, ബാലന്മാരാണ്. ഇന്ന് ഇത്രയും സുന്ദരിയായ ഈ ഒരു നാരിയെ കൊണ്ട് നിങ്ങളുടെ കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ഉൾക്കരുത്ത് ഇച്ചിരി ഏറിയതാണ്. ഇത്രയും ഭയാനകം വന്നിട്ട് ഇവർ ഭയക്കുന്നില്ല, അവർ നന്നായി നിൽക്കുകയാണ് നല്ല ധൈര്യത്തോടെ. അവിടെ നിങ്ങളുടെ ഉൾക്കരുത്ത് ഏറും അതിബാലന്മാരല്ലോ നിങ്ങൾക്ക് കുട്ടികളല്ലേ. ഈ വൽക്കല ജടകളും ധരിച്ച് മുനിവേഷം കൊണ്ട് മനോഹരിയായ ഈ സ്ത്രീയാണെങ്കിൽ സുന്ദരിയാ, നിങ്ങൾ താപസന്മാരാ, മുനിവേഷമാ. ഇത് എന്താ നിങ്ങളിങ്ങനെ ഇവിടെ നിൽക്കാൻ? കിഞ്ചന ഭയം വിനാ ഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നത് എന്തൊരു മൂലം ചൊൽവിൻ, പറയൂ നിങ്ങൾ എന്താ ഇങ്ങനെ ഈ കൊടുങ്കാട്ടിൽ ഇങ്ങനെ ഭയമില്ലാതെ ഭയം ഈ ഘോരമാകുന്ന ഈ കൊടുങ്കാട്ടിൽ സഞ്ചരിക്കുന്ന എന്ത് കാരണം കൊണ്ടാ, പറയൂ എന്ന് പറഞ്ഞു. അത് ഇങ്ങനൊന്നല്ല പറയാ, ഇടിവെട്ടുന്നതൊക്കെ പറയുന്നേ. രക്ഷോവാണികൾ കേട്ടു തൽക്ഷണം അരുൾ ചെയ്ത നിഷ്വാകുകുലനാഥൻ മന്ദഹാസാനന്തരം. ഇത്രയും ഇടിവെട്ടുന്ന 8 ദിക്കും പൊട്ടുമാറ് ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ശ്രീരാമൻ എന്താ പറയാ, രക്ഷോവാണികൾ, ഈ രാക്ഷസന്റെ വാക്കുകൾ കേട്ട് തൽക്ഷണം അപ്പോഴന്നെ എന്താ ഭഗവാൻ പറഞ്ഞേ, ഇഷ്വാകുകുലനാഥൻ മന്ദഹാസാനന്തരം. പുഞ്ചിരിച്ച് ഇത്രയും ദേഷിച്ചും പൊട്ടിത്തെറിക്കണക്കൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുവാണ്, രാമൻ എന്നെനിക്ക് പേര്, എന്നോട് പത്നി ഇവൾ, എൻ്റെ പേര് രാമനാണ്, ഇതെൻ്റെ പത്നിയാണ്. വാമലോചന സീതാദേവി എന്നല്ലോ നാമം, ലക്ഷ്മണൻ എന്ന് നാമം, ഇവന് സോദരൻ, ഇവൻ എൻ്റെ സോദരനാണ്, ഇവൻ്റെ പേര് ലക്ഷ്മണൻ എന്നാണ്. ഇത് എന്താ സന്തോഷത്തിലും പുഞ്ചിരിച്ചുകൊണ്ട് പറയുമോ? ഒന്ന് ഭയന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ശ്രീരാമനോ ശ്രീകൃഷ്ണനോ ഭയമുണ്ടോ? അതുകൊണ്ട് അങ്ങനെ ലക്ഷ്മണൻ എന്ന നാമം, ഇവനും സോദരൻ എൻ്റെ സഹോദരനാണ്. പുക്കിതു ഇവിടെ വന്നത് ഈ വനത്തിലേക്ക് വന്നത്, പുക്കിതു വനാന്തരം ജനക നിയോഗത്താൽ, എൻ്റെ പിതാവിൻ്റെ, ജനകൻ എന്ന് വെച്ചാൽ പിതാവ്, ദശരഥ മഹാരാജൻ്റെ പിതാവിൻ്റെ നിയോഗപ്രകാരമാണ് ഞാൻ ഇവിടെ ഞങ്ങൾ വന്നത് വനത്തിൽ. രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാൻ അറിയ നീ. അതായത് ഈ രാക്ഷസനെ പോലെ ഉള്ളവരെ എന്താ ഈ ലോകത്തിലെ ജനങ്ങളെ ജീവിക്കണ്ടേ. അതുകൊണ്ട് ഈ രക്ഷോജാതികളാകും ഇങ്ങനെയുള്ള ഈ രാക്ഷസന്മാരെ ശിക്ഷിച്ചിട്ട് ജഗത്രയം ഈ ജഗത്രയം മൊത്തം രക്ഷിപ്പാൻ അറിയ നീ. ഈ വനത്തിൽ ഞങ്ങൾ വന്നത് നിന്നെപ്പോലുള്ള രാക്ഷസന്മാരെ എല്ലാം വകവരുത്താനാണ്, ഈ ലോകം പാലിക്കാനാണ്. ഇങ്ങനെയുള്ള രാക്ഷസന്മാർ കിടന്നാൽ ശരിയാവില്ല, അതിനാണ് ഞങ്ങളിടയ്ക്ക് വന്നതെന്ന് പറഞ്ഞു. ശ്രുത്വ ഇത് കേട്ട് രാഘവ വാക്യം അട്ടഹാസവൻ ചെയ്ത് വക്ത്രവും ഇപ്പം ഭഗവാൻ ശ്രീരാമൻ്റെ വാക്ക് ഇങ്ങനെ കേട്ട് ശ്രുത്വ രാഘവ വാക്യം അട്ടഹാസവൻ ചെയ്ത് വക്ത്രവും പിളർന്നൊരു സാലവും പറിച്ച് ഓങ്ങി കുർത്തനാം നിശാചരൻ രാഘവനോട് ചൊന്നാൻ. ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അട്ടഹാസം അങ്ങ് പെരുത്തിട്ട് വക്രം വാപിടന്ന ഒരു ഗുഹയാണ്. എന്നിട്ട് സാലം ഒരു വൃക്ഷവും പറിച്ച് പുഴുതറുകൊണ്ട് കുർത്തന ഈ നിശാചരൻ രാഘവനോട് ശ്രീരാമനോട് പറയുന്നു, ശക്തനാ വിരാധനൻ എന്നെ നീ കേട്ടിട്ടില്ലേ? ഞാൻ ശക്തനാണെന്നും എൻ്റെ പേര് വിരാധനൻ നീ ഇതുവരെ കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. നീ കേട്ടിട്ടില്ലേ? ഈ ത്രിലോകത്തിൽ എന്നെ ആരാ അറിയാതെ ഉള്ളത്? ഈ 3 ലോകത്തിൽ വെച്ച് ഈ വിരാധനെ ആരാ അറിയാത്തത്? നീ എന്താ അത് കേട്ടിട്ടില്ലാത്തത്? നീ ഈ ക്രുദ്ധനാം നിശാചരൻ ഇങ്ങനെയല്ല രാഘവനോട് പറഞ്ഞ് ഈ ശക്തനായിരിക്കുന്ന ഈ വിരാധനെന്ന് എന്നെ നീ കേട്ടിട്ടില്ലേ? ഈ ത്രിലോകത്തിൽ എന്നെ ആരാ അറിയാതെ ഉള്ളത്? എത്രയും മൂഢൻ ഭവാൻ എന്നൊക്കെ ധരിച്ചു ഞാൻ. അപ്പോൾ ഈ അറിവില്ലാത്ത ഒരു മൂഢനാണെന്നങ്ങ് പറഞ്ഞ് ശ്രീരാമന് ഇത് എന്നെ അറിയാത്തവരാരാ? കാരണം ആ വനത്തിലൊക്കെ ഉള്ള ഭക്തന്മാരായ മഹർഷിമാരെല്ലാം പേടിച്ച് അവനെ ഭയന്നിട്ട് ദൂരെ ഓടിപ്പോയൊക്കെ. അപ്പം നല്ല ധൈര്യമായിട്ട് ഈ കുട്ടികളിൽ നിന്നപ്പോൾ ഇത്ര ശക്തി കൊണ്ട് ഇരിക്കുന്നത് അങ്ങനെ. അതപ്പോൾ ഇവനൊരു ഇത്ര അറിയാൻ വയ്യാത്ത ഒരു മൂഢനെന്നങ്ങ് പറഞ്ഞ് ഇവനെ അപ്പം ഈ വനത്തിലിങ്ങനെ വരണമെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന് ഈ എല്ലാ ലോകരും അറിഞ്ഞിരിക്കുക, ത്രിലോകത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കുക. പക്ഷെ നീ മാത്രം എന്താ അറിയാഞ്ഞാന്ന് ശ്രീരാമനോട് ചോദിക്കുന്നത്. ഈ ത്രിലോകത്തിൽ എന്നെ ആരറിയാതെ ഉള്ളത് എത്രയും മൂഢൻ ഭവാൻ എന്നൊക്കെ ധരിച്ച് ഞാൻ ഭയം നിമിത്തമായി എന്നെ ഭയന്നിട്ട്, അതായത് ഈ രാക്ഷസനെ ഭയന്ന് താപസരെല്ലാം ഇപ്പോൾ ഈ പ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാ. എന്നെ ഭയന്നിട്ട്, ഈ രാക്ഷസനായ എന്നെ ഭയന്നിട്ട് ഇവിടെയുള്ള എല്ലാവരും എന്ത് ചെയ്ത് താപസന്മാർ ഈ പ്രദേശമെല്ലാം വെടിഞ്ഞ് ഇവിടെല്ലാം ഉപേക്ഷിച്ചിട്ട് അവരെല്ലാം എവിടോട്ടോ ഓടിപ്പോയി. നിങ്ങൾക്ക് ജീവിക്കാൻ ആശ ഉള്ളിലുണ്ടെങ്കിൽ, അതായത് ശ്രീരാമനും ലക്ഷ്മണനൊക്കെ ജീവിക്കാൻ കൊതി ഉണ്ടെങ്കിൽ
അങ്ങനെ ആ രത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞ് എങ്ങാനും ഓടിപ്പോവിനല്ലായെങ്കിൽ എനിക്കിപ്പോൾ എന്തുവരും? തിങ്ങിടും വിശപ്പ്. അടക്കിയിടാൻ ഭഗവാന്മാർ, എൻ്റെ വിശപ്പടക്കാൻ നിങ്ങൾ രണ്ടുപേരെയും ഞാനത് വിശപ്പടക്കും. നിങ്ങൾക്ക് ജീവന് കൊതിയുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ യുദ്ധ സാമഗ്രികളെല്ലാം ഇവിടെ വെച്ചിട്ട് സീതയും എൻ്റെ അടുക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ജീവന് കൊതിയുണ്ടെങ്കിൽ ഓടിക്കോ പൊക്കോ എന്ന് പറഞ്ഞു. ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരം അടുത്ത്. ഇങ്ങനെ പറഞ്ഞിട്ട് എവൻ വേഗന്താ ഇവർ ഓടി പേടിച്ച് പൊയ്ക്കോളൂന്നാ. ഇത് പറഞ്ഞുകൊണ്ട് സീതയിലേക്ക് ഉന്നം വെച്ച സീതയെ നോക്കുക. സത്വരം അടുത്ത് സീത അടുക്കലേക്ക് അടുത്തു. അത് കണ്ട് രാഘവനപ്പോൾ പത്രികൾ കൊണ്ട് തന്നെ ഹസ്തങ്ങൾ അറുത്ത്. അന്നേരം തന്നെ ഭഗവാൻ വെച്ചോണ്ടിരുന്നില്ല. കാരണം പന്നങ്ങ് തൊട്ടാൽ എന്ത് ചെയ്യും? അതിനകം വെച്ച് ശ്രീരാമൻ എന്ത് ചെയ്ത് അവൻ്റെ കൈകൾ അങ്ങ് അറുത്ത് അപ്പോൾ ക്രുദ്ധിച്ച് രാമൻ പ്രതി വക്രവും പിളർന്ന് രാമൻ്റെ അടുക്കലേക്ക് വായും പിളർന്നുകൊണ്ട് സത്വരം നക്തഞ്ചരൻ അടുത്താൻ അതുനേരം അസ്ത്രങ്ങൾ കൊണ്ട് ഖണ്ഡിച്ചിടാൻ പാദങ്ങൾ. ശ്രീരാമൻ അടുക്കലേക്ക് വായും പിളർന്ന് വന്നപ്പം ശ്രീരാമൻ എന്ത് ചെയ്തു? പെട്ടെന്ന് അവൻ്റെ പാദങ്ങളൊന്ന് അറുത്ത്. അത്ര രാക്ഷസനായിട്ട് ഭയങ്കര ശക്തിയാണ്. കൈയും കാലിലെയും അവിടെ നിൽക്കും, പിന്നും ആക്രമിക്കും. അതാണ് അവർക്ക് അങ്ങനെ ഒരു ശക്തിയാണ്. അതുകൊണ്ട് പാദങ്ങളും ഖണ്ഡിച്ചിടാൻ ബദ്ധരോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ വീണ്ടും അവൻ അടുത്ത് വന്നപ്പോൾ ഭഗവാൻ ശ്രീരാമൻ എന്ത് ചെയ്തു? ഉത്തമാംഗവും മുറിച്ചിടാൻ ചെയ്തു. രാമൻ പെട്ടെന്ന് അവൻ്റെ ശിരസ്സും അങ്ങ് കണ്ടിച്ചു കളഞ്ഞു. രക്തവും പരന്നതു ഭൂമിയിൽ. ഇത് കണ്ട് ചിത്ത കൗതുകത്തോട് പുണർന്നു വൈദേഹിയും. സന്തോഷത്തോട് കെട്ടിപ്പുണർന്നു. കാരണം ഭയന്ന് വിറച്ച് നിൽക്കുകയല്ലേ. അവൻ്റെ തലയും പോയപ്പോൾ പിന്നെ ഇനി ഭയക്കണ്ടെന്ന് കരുതി ശ്രീരാമനെ കെട്ടി അങ്ങ് പിടിച്ചു. എന്നിട്ടോ നൃത്തവും തുടങ്ങിയ അപ്സരസ്ത്രീകളെല്ലാം വാനവർ, അതായത് സ്വർഗത്തുനിന്ന് അപ്സരസ്ത്രീകൾ നൃത്തം തുടങ്ങി അത്യുച്ചം പ്രയോഗിച്ച് ദേവദുന്ദുഭികളും ഭയങ്കര ആഘോഷം. എന്നിട്ടോ അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണാൻ വന്നത് ആകാശമാർഗേ. ഇവൻ്റെ ശരീരം ഇങ്ങനെയുള്ള ദുഷ്ട ശരീരം അങ്ങ് പോയപ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് എന്താ വന്ന ഒരു നല്ല ധന്യരൂപം, നല്ല സുന്ദരനായൊരു പുരുഷൻ. എന്താ കാരണം എന്നറിയാവോ? ഇത് ഒരു ശാപം കിട്ടി ഈ രാക്ഷസനായതാ. അന്നേരം വിരാധൻ തന്നുള്ളിൽ, ഈ വിരാധനായിരുന്ന ഈ രാക്ഷസന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നത് ആകാശമാർഗെ നിൽക്കുക പുരുഷൻ, നല്ലൊരു പുരുഷൻ. സ്വർണഭൂഷണം പൂണ്ട് സൂര്യസന്നിഭ കാന്തിയ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും അങ്ങനെ നല്ല സുന്ദര ശരീരനായിട്ട് സ്വർണഭൂഷണമൊക്കെ ഉണ്ടാക്കി ആ സൂര്യനെ എങ്ങനെ കാണുന്നത് അതുപോലെ സന്നിഭ കാന്തിയ നിർമ്മലാംബരം സുന്ദരനായി കണ്ടു. അങ്ങനെ കണ്ട് രാഘവം പ്രണതാതിഹാരിണം കൃണാകരം രാഗേന്ദുമുഖം ഭവപഞ്ചനം ഭയഹരം ഇന്ദിരാ രമണ ഇന്ദീവര ദള ശ്യാമ ഇന്ദിരാര വൃന്ദാരക വൃന്ദ വന്ദിത പദം സുന്ദരം സുകുമാരം സുഹൃത് ജന മനോമന്ദിരം രാമചന്ദ്രം ജഗദാഭിരാമം വന്ദിച്ചു. ദണ്ഡ നമസ്കാരം ചെയ്തു. ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിയാണ്. ഇങ്ങനെ ഭഗവാനെ, ആ ധന്യനായിരിക്കുന്ന ആ പുരുഷൻ സ്തുതിക്കുക, പരമാത്മാവായ ശ്രീരാമനെ സ്തുതിക്കുകയാണ്. എന്താ അദ്ദേഹം ധന്യനാണ്. അപ്പോൾ ശ്രീരാമനെ മനസ്സിലായി. അപ്പോൾ ഭഗവാനെ കണ്ടപ്പോൾ രാഘവം പ്രണതാർത്ഥിഹാരണം. എന്താണ്? ആര് പ്രണമിക്കുന്നു, വന്ദിക്കുന്നു, അവരുടെ ദുഃഖ ദുരിതങ്ങളെ നശിപ്പിക്കുന്ന ഭഗവാനാ ശ്രീരാമൻ. ഭഗവാനെ വന്ദിച്ചാൽ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറും. നമ്മൾ മനസ്സിലാക്കണം ഇത്. ആർക്കും എപ്പോഴും ഭഗവാനെ വന്ദിക്കാമോ ഭഗവാൻ രക്ഷിക്കും. എപ്പോഴും സ്തുതിക്കുക. അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്തു? ഈ സുന്ദരൻ രാഘവം ഭഗവാനെ ശ്രീരാമ വന്ദിക്കുന്നവരെ രക്ഷിക്കുന്ന കൃണാകരൻ ദയാനിധേ രാഗേന്ദുമുഖം രാത്രി ഇന്ദു ചന്ദ്രൻ, അങ്ങനെ ചന്ദ്രമുഖത്തോടു കൂടിയ ഭഗവാനെ ഭവഭഞ്ജനം ഭയഹരം ഇന്ദിരാരമണം ഇന്ദീവരദള ശ്യാമ ഇന്ദ്രാര് വൃന്ദാരക വൃന്ദ വന്ദിത പദം സുന്ദരം സുകുമാരം സുഹൃതി ജന മനോമന്ദിരം രാമചന്ദ്രം ജഗദാഭിരാമം വന്ദിച്ചു. ദണ്ഡ നമസ്കാരവും ചെയ്തു. ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങി. വീണ്ടും ചിത്തത്തിൽ അങ്ങനെ ആനന്ദം പൂട്ട് വീണ്ടും സ്തുതിക്കുക. ഒരു ലഹരിയാണ്. അതല്ലയോ നേരത്തെ നമ്മൾ വായിച്ചല്ലോ. എന്താ വായിച്ചത്? പിന്നെ ഇതൊരു രസായനമാണ്, ഇതൊരു മോക്ഷദായകമാണ്. അത് എല്ലാത്തിലും ഭഗവാന്റെ ലീലകളെല്ലാം ഭയങ്കരമാണ്. എങ്കിലും വിശേഷിച്ച് ഈ ശ്രീരാമചരിതം അത്ര രസായനമാണ്, അത് ആനന്ദമാണ്, അത് മുക്തിപ്രദമാണ് എന്ന് നമ്മൾ വായിച്ചില്ലേ. ഇത് നമ്മൾ ചിന്തിക്കണം. ഇതുപോലെ നമ്മൾ ആകണം. നമ്മൾ ലഹരിയിൽ മുഴുകണം, രസായനം നമ്മൾ കുടിക്കണം. അപ്പോഴേ നമുക്കത് ആനന്ദമുണ്ടാകും. ഇവിടെ ആ ധന്യനായിരിക്കുന്ന പിന്നെ രാക്ഷസൻ മാറി ധന്യരൂപം എടുത്ത സുന്ദരരൂപൻ എന്താ പ്രാർത്ഥിച്ചിട്ട് അതുകൊണ്ട് ലയിക്കുകയാണ്. ആനന്ദം കൊണ്ട് വന്ദിച്ച് ദണ്ഡ നമസ്കാരവും ചെയ്ത് ചിത്താനന്ദം കൊണ്ട്. എന്താ ചിത്താനന്ദം? മനസ്സിന് അത്ര ആനന്ദകരമായി. എന്നിട്ടോ പിന്നെ അങ്ങോട്ട് സ്തുതിച്ചു തുടങ്ങാൻ. എന്താ സ്തുതിക്കുന്നേ? ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപദേ ധരപദേ
ദുർവാസാവായ മുനിതനുടെ ശാപത്തിനാൽ ഗർഭിതനായൊരു രാത്രീശ്വരനായേനല്ലോ. ഇത് ഇങ്ങനെയുള്ള ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ ദുർവാസാവ് ശപിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ട് ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥ. ഇന്നെനിക്ക് ഈ ശാപത്തിൽ നിന്നെല്ലാം കരകയറി മോക്ഷം ഇതിൽ നിന്ന് മുക്തനായി ഞാൻ യഥാർത്ഥ രൂപമായല്ലോ. നമ്മളും ചിന്തിക്കണം, ഇതെന്തിനാ നമ്മൾ പഠിക്കുന്നേ? നമ്മളിന്ന് ഇന്ന് എല്ലാവരും ഇവിടെ ഭൂമിയിൽ വരണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഗുണങ്ങളും ഗുണക്കേടും ഒക്കെ ചെയ്തുകൊണ്ടല്ലേ വരുന്നത്. നമുക്ക് ദുഃഖ ദുരിതങ്ങളാണെങ്കിൽ മനസ്സിലാക്കണം കഴിഞ്ഞ ജന്മം എന്തൊക്കെയോ പാപങ്ങൾ ചെയ്തതാണെന്ന്. അപ്പം നമ്മൾ ഒരു രാക്ഷസനാണെന്ന് കൂട്ടിക്കോ. ഇതിൽ നിന്ന് മുക്തനാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലെ നമ്മളും പ്രാർത്ഥിക്കണം. ഭഗവാനെ, ഞാൻ എന്തൊക്കെയോ ചെയ്ത കുറ്റം കൊണ്ടാണല്ലോ ഇങ്ങനെ വന്ന് കഷ്ടം അനുഭവിക്കുന്നത്. എന്നെ ഇവിടുന്ന് കരകയറ്റണമേ. എനിക്ക് എൻ്റെ യഥാർത്ഥ രൂപമാക്കി എവിടുന്ന് നമ്മളെ വിട്ടത് എങ്ങനെയാ? ഈശ്വരൻ നമ്മളെ വിതച്ചത് എങ്ങനെയാ? യഥാർത്ഥ നല്ലൊരു കുഞ്ഞായിട്ടാ, നല്ലൊരു വിത്തായിട്ടാ നമ്മൾ ഈ ഭൂമി വന്ന് വേണ്ടാത്തൊക്കെ പഠിച്ചും കണ്ടും കേട്ടും നമ്മൾ വൃത്തികേടായിപ്പോയി. നമ്മളിങ്ങനെ ദുഷ്കർമ്മികളായിപ്പോയി. ഇനിയെങ്കിലും ഭഗവാനെ ആ യഥാർത്ഥ രൂപം എന്താ? യഥാർത്ഥ രൂപം പരമാത്മാവിൻ്റെ പുത്രനോ പുത്രിയോ ആണ് നമ്മൾ. ലോകപിതാവിൻ്റെ സന്തതികളാണ്. അപ്പം നമ്മൾ ദുഷ്കർമ്മിയല്ല, നമ്മൾ സൽക്കർമ്മിയാ. അപ്പം നമ്മൾ വന്നത് സൽക്കർമ്മത്തോടെ. പക്ഷെ ഭൂമിയിൽ വന്ന് ഈ പ്രകൃതിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ? കണ്ടും കേട്ടും മൂത്തവർ ചെയ്യുന്ന കണ്ടുപഠിക്കും. കുട്ടി ജനിക്കുമ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല. വന്ന് അതും ഇതും കണ്ടും കേട്ടും മറ്റുള്ളവർ ചെയ്യുന്ന കണ്ടും കണ്ടും പഠിച്ച് നമ്മൾ വേണ്ടാത്ത എല്ലാം നമ്മുടെ ഉള്ളിലങ്ങ് ആകും. അപ്പോൾ നമ്മൾ എന്താകും? വെറും പിശാചിൻ്റെ ലക്ഷണമായി മാറും. അതിൽ നിന്ന് മുക്തനാകണം നമ്മളും പ്രാർത്ഥിക്കുക. ഈ ധന്യനായി വന്ന ഈ എന്താ പറയുക, വിദ്യാധരനെ പോലെ വിരാധൻ എന്തായി വിദ്യാധരനായ എന്താ യഥാർത്ഥ രൂപം വന്ന് നമുക്കൊരു യഥാർത്ഥ രൂപമുണ്ട്. ആ രൂപം നമ്മൾ ആകണം. ഇത് വെറുതെ വായിച്ചു പോയിട്ട് എന്താ കാര്യം? ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതിരുന്നാൽ. അപ്പോൾ നമ്മൾ വന്നത് എങ്ങനെ? നമ്മൾ ശുദ്ധനായൊരു കുഞ്ഞായാ വന്നത്. നമ്മൾ എത്രയോ ജന്മം ജനിച്ചും മരിച്ചും ഇവിടെ കടന്ന് വേണ്ടാത്തതൊക്കെ അനുഭവിച്ചും അങ്ങനെ ചെയ്ത് വൃത്തികെട്ട കർമ്മങ്ങൾ ചെയ്തും വാച കർമ്മമൊക്കെ ദുഷിപ്പായിപ്പോയി. അതുകൊണ്ട് നമ്മളിന്ന് കഷ്ടതകൾ അനുഭവിക്കുന്നത് മനസ്സിലാക്കണം. സൽക്കർമ്മം ചെയ്തവർക്കാണെങ്കിൽ നല്ലതായിരിക്കും. അവർ മനസ്സിലാക്കിക്കോണം നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടാണെന്ന്. എന്തെങ്കിലും നമുക്ക് ദോഷങ്ങളോ ആപത്തുകളോ വിഷമങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിന്തിച്ചോണം നമ്മുടെ കർമ്മദോഷമാണ്, നമ്മൾ ചെയ്തു പോയ പാപങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാനെ എനിക്കും ഈ വിദ്യാധരനെ പോലൊരു ശുദ്ധമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കൂ. തീർച്ചയായും കിട്ടും. അതുകൊണ്ട് പറഞ്ഞു, ദുർവാസാവായ മുനിതനുടെ ശാപത്തിനാൽ ഗർഭിതനായൊരു രാത്രീശ്വരനായേനല്ലോ. നമ്മളും ഇങ്ങനെ ഇപ്പം ഈ ജന്മം തന്നെ എൻ്റെ അച്ഛൻ്റെയോടെ അമ്മയുടെയൊക്കെ ഞാൻ ചെയ്ത കുറ്റം കൊണ്ട് അമ്മയുടെയൊക്കെ ഒരു ഇതിൽ കണ്ണുനീരോ ഈ കുട്ടി ഇങ്ങനെ ആയിപ്പോലെ എന്നെ ദ്രോഹിക്കുന്നില്ല, അല്ലെ എന്നോട് സ്നേഹമില്ല, ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും നമ്മുടെ നമ്മളിലേക്ക് അമ്മയുടെയോ അച്ഛൻ്റെയോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെയോ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെയോ അല്ലെ അന്യരുടെയോ എന്തെങ്കിലും ദുഃഖം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊന്ന് ചിന്തിച്ചാൽ മതി, നമുക്ക് ശാപം വരത്തില്ലേ? അപ്പം ദുഷ്കർമ്മമല്ലേ? അപ്പം നമ്മൾ ജനിച്ചു വരും വീണ്ടും ഇങ്ങനെയുള്ള ദുഷ്കർമ്മി ആയിപ്പോവില്ലേ? ആർക്കും ഒരു എറുമ്പിന് പോലും നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക. നമ്മളായിട്ട് ആർക്കും ഒരു ദ്രോഹം ഉണ്ടാവാതിരിച്ച് ജീവിക്കാൻ പഠിക്കുക. അപ്പോൾ പിന്നെ ഭയക്കണ്ട. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ രാത്രീശ്വരനായല്ലോ, നമ്മളും പറഞ്ഞു നമ്മളിങ്ങനെ ആയിപ്പോയല്ലോ, ഭഗവാനെ ഒന്ന് രക്ഷിക്കൂ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ട് ശാപബന്ധവും തീർന്ന് മോക്ഷം പ്രാപിച്ചേ നിന്ന് നാഥ. ചിന്തിക്കായി വരണമേ മാനസത്തിന് ഭക്തിയാ. നമ്മൾ എന്ത് ചിന്തിക്കണം? മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന എന്ത് വേണം? മാനസത്തിന് സന്തത ഇനി ചരണാമ്പജ യുഗന്തവ. എപ്പോഴും ഭഗവാന്റെ ചരണത്തിൽ തന്നെ ഇരിക്കണമുള്ള നമ്മുടെ ഉള്ള കൊണ്ട് ചിന്തിക്കുന്ന പോലെ അതായി വരണമെന്ന്. വേറൊന്നും ചിന്തിക്കാൻ പാടില്ല. ഭഗവാനെ തന്നെ ചിന്തിച്ചോണം, അത് മതി. മറ്റു മനസ്സുകൊണ്ട് വേറെ ഈ ലോകത്തിലേക്ക് വേണ്ടതിനൊന്നും ചിന്തിക്കാൻ പോണ്ട. ഈശ്വരനും തന്നെ മനസ്സിരിക്കട്ടെ. പിന്നെയോ വാണി കൊണ്ട് എന്ത് വേണം? നാമകീർത്തനം ചെയ്യണം. നമ്മുടെ വാക്കുകൾ ഭഗവാനെ സ്തുതിക്കുക തന്നെ മതി. നല്ല കാര്യങ്ങൾ പറയുക, ഈശ്വരനെ ആരാധിക്കുക, ഇതൊക്കെ ഇങ്ങനെ വായിച്ചു പഠിക്കുക. ആ വാക്ക് അങ്ങനെ വരയണമെന്ന് ആ ധന്യനായ ആ നല്ല പേരെന്തുവാ വിദ്യാധരൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ വാണിക കൊണ്ട് നാമകീർത്തനം ചെയ്യായിക്കണം. പിന്നെയോ പാണിക കൊണ്ട് കൈകൊണ്ട് ചരണം അർച്ചനം ചെയ്യണം. ഭഗവാനെ പാദത്തിൽ അർച്ചനം ചെയ്യാൻ നമ്മുടെ കൈക്ക് അങ്ങനെയാകണം. ശ്രോത്രങ്ങൾ ചെവി കൊണ്ട് കഥാശ്രവണം ചെയ്യാകണം. ഇതൊക്കെ കേൾക്കണം. അത് വേണ്ടാത്ത കാര്യം കേൾക്കാൻ പോകരുത്. അയൽക്കാരെന്ത് പറയുന്നത് മറ്റൊരെന്ത് പറയുന്നത് വേണ്ടാത്ത കാര്യം കേൾക്കേ വേണ്ട. ഭഗവാന്റെ കഥകൾ എവിടെയും പറയുന്നെങ്കിലും അത് ശ്രവിക്കണം, അത് കേൾക്കണം. എന്നിട്ടോ നേത്രങ്ങൾ കൊണ്ട് രാമലിംഗങ്ങൾ കാണാകണം. നേത്രം രാമൻ എന്ന് പറഞ്ഞാൽ എന്താ? രാമ എന്ന് പറഞ്ഞാൽ മാറി നമ്മൾ എന്താ ആത്മാവ് ജപിക്കണം. അവിടെ വെളിച്ചം വേണം, മാഞ്ഞു പോകണം. അതൊരു നമ്മൾ എന്താ കൃഷ്ണ എന്നായാലും ഗോവിന്ദ എന്നായാലും രാമ എന്നായാലും എല്ലാം ഭഗവാന്റെ ലിംഗങ്ങൾ, പ്രതിമകൾ, ഈശ്വരൻ്റെ. ഇപ്പം നമ്മൾ ഈശ്വരന് ഇപ്പം ശരീരമില്ല, പോയി.
നമ്മളൊരു ഒരു ഫോട്ടോ കൃഷ്ണൻ്റെ കണ്ടാലും അതല്ലെങ്കിൽ ഒരു കാക്കയോ പൂച്ചയോ മൃഗങ്ങളോ മനുഷ്യരോ ഒക്കെ കണ്ടാലും നമ്മൾ എന്തായി കാണണോ? അത് ഭഗവാനായി കാണണം. എല്ലാത്തിനും അത് പരമാത്മാവാണെന്ന് നമ്മൾ സങ്കല്പിച്ച് കണ്ടാൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നേത്രങ്ങൾ കൊണ്ട് രാമലിംഗങ്ങൾ കാണാകണം. എല്ലാം കാണാതെല്ലാം രാമൻ, കാണാതെല്ലാം കൃഷ്ണൻ, എന്തോ ആയിക്കോട്ടെ, ഏത് രൂപമായിക്കോട്ടെ. പിന്നെയോ ഉത്തമാംഗനെ നമസ്കരിക്കാതെ വന്നിരണം. ഈ ശിരസ് കൊണ്ട് നമസ്കാരം മാത്രം. ഒരു മൃഗത്തിനെ കണ്ടാലും നമസ്കരിക്കുക. എല്ലാം പരമാത്മാവാണ്. അങ്ങനെ ആകണം. ഉത്തമ ഭക്തന്മാർക്ക് ഭൃത്യനായ വരണം. നല്ല ഉത്തമനായ ഭക്തന്മാർക്ക് എന്താണ്? ദാസനാകണം. ഒരു യഥാർത്ഥ ഭക്തൻ പരമാത്മാവിൻ്റെ ഉള്ളം നിറച്ച് ഈശ്വരനാണ്. ഭഗവാൻ ഭക്തനിലും ഭക്തൻ ഭഗവാനിലുമാണ്. അവർ ഭക്തനെ കണ്ട എന്താണ്? നമസ്കരിക്കണം. അത് മാത്രമല്ല, ഭൃത്യനായ ഒരു ദാസനായി എന്തും ചെയ്തു കൊടുക്കുമ്പോൾ അതാണ് അങ്ങനെ ആയി വരണമെന്ന് ഈ വിദ്യാധരൻ പ്രാർത്ഥിക്കുന്നത്. നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമായ ആത്മാരാമായ നമോ നമ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമ. ദേവലോകത്തിന് പോവാൻ അനുഗ്രഹിക്കണം ദേവദേവേശ. ഒന്ന് അപേക്ഷിച്ചിടുന്നേന് എന്നെ ഇനി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ദേവലോകത്തേക്ക് പോകാൻ എന്നെ അനുഗ്രഹിക്കണമേ. പിന്നെയോ ദേവദേവേശ പൂരൻ്റെ ഒന്ന് അപേക്ഷിച്ചിടുന്നത്, ഒരു കാര്യം കൊണ്ട് ഞാൻ അപേക്ഷിച്ചോട്ടെ. അതെന്താ? നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായ അംബുജ വിലോചന സാന്ദ്ര നമസ്കാരം. നമുക്ക് എത്രത്തോളം നമ്മുടെ ഉള്ളത്തിൽ എല്ലാം വിരക്തനായി വന്നാൽ ഇനി നമുക്ക് പിന്നൊരു പുറന്നോട്ടൊരു നോട്ടം പാടില്ല. അത് വേണം, ഇതുള്ള ചിന്ത പാടില്ല. അതിൽ നിന്ന് വിരക്തി വരണം. ഇനി എന്നെ മോഹിപ്പിക്കല്ലേ. ഈ മഹാമായ പ്രകൃതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടതൊക്കെ നമ്മുടെ ആകർഷിക്കും. അതാണ് മോഹം. അത് നമ്മൾ അതിൽ അകപ്പെട്ടാൽ പിന്നെ നമുക്ക് ഇതൊക്കെ അങ്ങ് പോകും. അതുകൊണ്ട് ദേവേശ പോലെ ഒന്ന് അപേക്ഷിച്ചിടുന്ന നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചതായ അംബുജ വിലോചന. അത് ഭഗവാനോട് പ്രാർത്ഥിക്കണം എല്ലാവരും. സാന്ദ്രത നമസ്കാരം. ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെ എന്ന് കൊടുത്തു വരങ്ങൾ. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഭഗവാൻ പറഞ്ഞു. മുക്തൻ എന്നിയെ കണ്ടുകിട്ടുകയില്ല എന്നെ. ഭക്തി ഉണ്ടായാൽ ഉടൻ മുക്തി ലഭിച്ചിടും. അതായത് മുക്തനല്ലെങ്കിൽ ഭഗവാനെ കണ്ടുകിട്ടുകയില്ല. ഇതിൽ നിന്നല്ല, ഈ ലോകത്തിൽ നിന്നുള്ള വിരമിച്ച് മുക്തനായാൽ മാത്രമേ ഭഗവാനിൽ ഭക്തി ഉണ്ടാകും. അപ്പോൾ മുക്തനാകണമെങ്കിൽ ഭക്തി വേണം. ഭക്തി ഉണ്ടായാൽ നമുക്ക് ഇതിൽ നിന്നെല്ലാം വിരമിക്കാൻ പറ്റും. ഭക്തി ഭഗവാനിൽ കൂടി വന്നാൽ നമുക്ക് ഈ ലോകത്തിലെല്ലാം ചപ്പും ചവറുമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അപ്പോൾ ഭക്തി കൂടി എന്ത് കിട്ടും? മുക്തനാവാം. മുക്തനാൽ എന്ത് കിട്ടും? ഭഗവാനെ കാണാം. അതുകൊണ്ട് മുക്തനല്ലെങ്കിൽ കണ്ടുകിട്ടുകയില്ല എന്നെ. ഭക്തി ഉണ്ടായാൽ ഉടൻ മുക്തി ലഭിച്ചിടും. രാമനോട് അനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പുക്കാൻ. അങ്ങനെ നാഗലോകത്തേക്ക് പോയി. ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടുന്ന പുരുഷന് ദുഷ്കൃതം അകന്ന് മോക്ഷത്തെയും പ്രാപിച്ചിടാം. ഈ കഥ ഇതെന്നല്ല, ഇത് മൊത്തം അത് തന്നെയാണ്. എങ്കിലും ഇത്രത്തോളം എങ്ങനെ മുക്തനായി? അപ്പം ഇത് നമ്മൾ നന്നായി മനസ്സിലാക്കി ഉള്ളത്തിൽ ഇഴിഞ്ഞിറങ്ങി ഇത് ആരാണിത് ചൊല്ലി സ്തുതിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും? അങ്ങനെയുള്ള പുരുഷനോ ഒരു പുരുഷിക്കോ എല്ലാ ദുഷ്കൃതവും അകന്ന് മോക്ഷത്തെയും പ്രാപിച്ചിടാം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.